ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ ലോകത്തിന്റെ പല കോണുകളിലും പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോദിക്കെതിരെയും എപ്സ്റ്റീൻ ഫയലിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങളുണ്ടെന്ന വാർത്തകളും നിലനിൽക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ആദ്യമായി പരസ്യമായൊരു ആരോപണം മോദിക്കെതിരെ ഉന്നയിച്ചത്. ഏകദേശം ഒരു മാസം മുൻപ് എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് മോദിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ സ്വാമി എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നീട് നിമിഷങ്ങൾക്കകം തന്നെ പോസ്റ്റ് നീക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം സ്വാമിയും അപ്രത്യക്ഷനാവുകയായിരുന്നു. അങ്ങനെ ആഴ്ചകൾ നീണ്ട ദുരൂഹമായ മൗനത്തിന് ശേഷം സ്വാമി തിരിച്ചെത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ അതീവ തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കവുമായാണ്. നേരിട്ട് മോദിയെ ലക്ഷ്യം വെക്കുന്നതിന് പകരം ഗാന്ധി കുടുംബത്തെ മോദി സഹായിക്കുന്നു എന്ന പരോക്ഷമായ ആരോപണത്തിലൂടെ പ്രധാനമന്ത്രിയെ പ്രതിരോധത്തിലാക്കാനാണ് സ്വാമി ഇപ്പോൾ ശ്രമിക്കുന്നത്. സ്വാമി എക്സിൽ പങ്കുവച്ച കുറിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും വ്യക്തി ജീവിതത്തെയും സ്വഭാവശുദ്ധിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു. മോദി ഒരു ബ്രഹ്മചാരിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സമ്മതത്തോടുകൂടിയോ അല്ലാതെയോ പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണമാണ് സ്വാമി ഉന്നയിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ അമേരിക്കൻ ഏജൻസികളുടെ കൈവശമുണ്ടെന്നും ഇതുപയോഗിച്ച് അവർ മോദിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങളെ ബാധിക്കുന്ന വിഷയമാണിതെന്ന് സ്വാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ആഴ്ചകളോളം സ്വാമി പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഈ കാലയളവിൽ അദ്ദേഹം വീട്ടുതടങ്കലിലാണോ എന്ന സംശയം പോലും ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നിരുന്നു. സ്വാമി ദശകങ്ങളെ പിന്തുടർന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ ഗാന്ധി കുടുംബത്തിന് അനുകൂലമായി കോടതി വിധി വന്നിട്ടും പരാതിക്കാരനായ സ്വാമി പ്രതികരിക്കാതിരുന്നത് വലിയ ദുരൂഹതയെ തുടർന്നു. മുൻപ് ജഗ്ദീപ് ധൻഖറിനെ നിശബ്ദനാക്കിയതുപോലെ ബി.ജെ.പി. നേതൃത്വം സ്വാമിയെയും ഒതുക്കിയതാണെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ ഇപ്പോൾ തിരിച്ചെത്തിയ സ്വാമി സ്വീകരിച്ചിരിക്കുന്ന ശൈലി സവിശേഷമാണ്. നേരിട്ട് പ്രധാനമന്ത്രിയുടെ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മോദി ഒത്താശ ചെയ്യുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇതൊരു രാഷ്ട്രീയ വിമർശനമായി തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു പരോക്ഷ ലക്ഷ്യമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിക്കാൻ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉള്ളതുകൊണ്ട് നാഷണൽ ഹെറാൾഡ് കേസിനെ ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് മോദിക്കെതിരെ ബി.ജെ.പി. അണികൾക്കിടയിൽ തന്നെ അവിശ്വാസം ജനിപ്പിക്കാനാണ് സ്വാമി ശ്രമിക്കുന്നത്. ഈ വിമർശനങ്ങൾക്കിടയിലും എപ്സ്റ്റീൻ ഫയലുകളിലെ സത്യം പുറത്തുവിടണമെന്ന ആവശ്യം സ്വാമി കൈവിട്ടിട്ടില്ല. എപ്സ്റ്റീൻ അയച്ച ഇമെയിലുകളിൽ മോദി ഓൺ ബോർഡ് എന്ന് പരാമർശിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും എപ്സ്റ്റീനുമായി നടത്തിയെന്ന് പറയപ്പെടുന്ന കൂടിക്കാഴ്ചകൾ എന്താണെന്നും വെളിപ്പെടുത്താൻ സ്വാമി ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായി എപ്സ്റ്റീനുള്ള ബന്ധം കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ഇടപാടുകളിൽ എന്തെങ്കിലും അവിശുദ്ധമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ എന്ന സംശയം സ്വാമി വീണ്ടും കുത്തിപ്പൊക്കുന്നു. ഒരു സാധാരണ കുറ്റവാളിയായല്ല, മറിച്ച് ലോകത്തെ അതിശക്തരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരനായാണ് എപ്സ്റ്റീൻ പ്രവർത്തിച്ചിരുന്നത്. ഡൊണാൾഡ് ട്രംപ് മുൻപ് നടത്തിയ മോദിയുടെ പ്രതിച്ഛായ തകർക്കാൻ എനിക്ക് കഴിയും എന്ന പരാമർശത്തിന് പിന്നിൽ ഇത്തരം രഹസ്യരേഖകളാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഹരേൻ പാണ്ഡ്യയെയും പ്രവീൺ തൊഗാഡിയെയും പോലെ വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന രീതി സ്വാമിയുടെ കാര്യത്തിലും ബി.ജെ.പി. നടപ്പിലാക്കാൻ നോക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ തിരിച്ചെത്തിയ സ്വാമി ഇപ്പോൾ മോദിക്കെതിരെ ഒരു നിഴൽ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 300 ജിഗാബൈറ്റോളം വരുന്ന എപ്സ്റ്റീൻ ഫയലുകളിലെ ബാക്കി വിവരങ്ങൾ പുറത്തു വരുന്നതോടെ പല രാഷ്ട്രീയ സമവാക്യങ്ങളും തകരുമെന്ന് ഉറപ്പാണ്. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ രണ്ടാം വരവും നാഷണൽ ഹെറാൾഡ് കേസിന്റെ മറവിൽ മോദിയെ ലക്ഷ്യം വെക്കുന്ന രീതിയും വരും ദിവസങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും.